നല്ല തണുത്ത് വിറച്ച ഇരുട്ട് മൂടിയ പ്രഭാതം. പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് അവൾ മന്ദം മന്ദം നടന്നെടുക്കുന്നത് അവളുടെ കുഞ്ഞടുക്കളയിലേക്കാണ് കേട്ടോ. രാവിലെ തന്നെ കുടുംബാംഗങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. വല്ലതും വെച്ചുണ്ടാക്കണ്ടേ. ആരും ഐശ്വര്യമായിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇന്ന് പൂരിയിൽ തുടങ്ങി ബാജിയിൽ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. തിരിഞ്ഞുപോയി. ബാജിയിൽ തുടങ്ങി പൂരിയിൽ അവസാനിപ്പിക്കാം. ബാജിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിന് നേരം വെളുത്തേക്കണ്, ആരും എണീക്കുന്നില്ലേ എന്ന് ഒച്ചയും വിളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോഴിക്കളും ആകെപ്പാടെ മൊത്തം ഒച്ചയും വിളി ഉണ്ടാക്കി അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചീവീടുകളും മാത്രമാണുള്ളത്. ബാജിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് പൂരിക്കുള്ളത് ചവിട്ടി കുഴച്ച് മെതിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. കുക്കറാണെങ്കിൽ തന്റെ ദൗത്യം എന്താന്ന് പോലും മറന്നുപോയിരിക്കുന്നു. പുട്ടും കുറ്റിയുടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇല്ല ആവി മുഴുവൻ പുറത്തേക്ക് ആവാഹിച്ചു വിടുകയാണ്. അങ്ങനെ കുഴച്ച് മെതിച്ചെടുത്ത് നമ്മുടെ ചപ്പാത്തി മാവിനെ പ്രസ്സിലിട്ട് അമർത്തി പരത്തി എടുക്കുകയാണ്. പ്രസ്സിലിട്ട് ഒന്നങ്ങോട്ട് പരത്തിയെടുക്കും, അല്ലാതെ പിന്നീട് പത്തിരിപ്പലകമ്മലിട്ട് പിന്നെ വലിച്ചു നീട്ടി ഇടങ്ങേറാവലൊന്നുമില്ല. ഓരോന്നിനും പരത്തിയെടുത്ത് ഇതേപോലെ പാത്രത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തോരയിടും. എന്നിട്ട് എല്ലാതും പരത്തി കഴിഞ്ഞിട്ട് ഒറ്റ പൊരിച്ചെടുക്കലാണ്. അങ്ങനെ കുഴച്ച് മറിച്ച് മെതിച്ച് പരത്തിയെടുത്ത നമ്മുടെ പൂരിക്കുട്ടന്മാര് എണ്ണയിൽ കുളിച്ച് അർമാദിച്ച് എണീച്ച് വരുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ കുടുംബാംഗങ്ങളുടെ വിശപ്പടക്കാനുള്ള വകയൊക്കെ റെഡി ആയിക്കണേ. ഇന്നാ പിന്നെ കുറച്ച് പ്രകൃതി രമണീയം കൂടി ഇങ്ങോട്ട് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉള്ള നല്ല സുഖസുന്ദരമായ രസമുള്ളൊരു പ്രഭാതം. അപ്പം എങ്ങനെയാ, നമ്മൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ആ ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബും കൂടി ചെയ്തോളി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.